അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ, പക്ഷേ എടുത്ത് അപ്ലോഡ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ പറ്റുന്ന ഒരു ഇതിലല്ലായിരുന്നു. കാരണം നല്ല പല്ല് വേദനയൊക്കെ ആയിട്ട്, കുറേ തലവേദന, അങ്ങനെ കുറേ കഷ്ടമായിട്ട് കുറേ ദിവസമായിട്ട് ഒന്നിനും പറ്റുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ വീഡിയോസും ഇത് എടുത്ത് വെച്ചതായിരുന്നു, 2-3 ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നിങ്ങനെ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് വോയിസ് ഓവർ കൊടുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനായിട്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് ക്യാരറ്റും നമ്മുടെ ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ട് ഒരു ഗീ റൈസ് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാനും ആവുമല്ലോ പറഞ്ഞിട്ട്, അപ്പോൾ കുട്ടികൾക്ക് ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മുട്ട അങ്ങനെ ഇതാക്കി കൊടുത്താൽ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. 2 മുട്ട എടുത്തിട്ട് അതിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഉള്ളിയും ചേർത്തിട്ട് ചീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് വെറും ഉപ്പും മുളക് പൊടിയോ കുരുമുളക് പൊടിയോ എന്തെങ്കിലും ഇട്ടാൽ മതി. അതിൻ്റെ ഒപ്പം ക്യാരറ്റ് മാത്രമേ ഇട്ടുണ്ടായിട്ടുള്ളൂ. ഞാൻ ഫ്രിഡ്ജിൽ ക്യാപ്സിക്കം ഉണ്ടാവും എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ അതുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വെറും ക്യാരറ്റ് മാത്രമേ ഇതിലിപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ചെറിയ ബ്രൊക്കോളിയൊക്കെ ഇല്ലേ, ചെറുതാക്കി മുറിച്ചിട്ട് ഇങ്ങനെ മുട്ടയിൽ കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ചീസാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ട്, സ്ലൈസ് ചീസ് വെച്ച് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ചപ്പാത്തിയിലൊക്കെ ഇങ്ങനെ സ്ലൈസ് ചീസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താലൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കട്ട തൈര് കൊണ്ട് ഇങ്ങനെ സാലഡ് പോലെ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലും കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി, പിന്നെ പോമോഗ്രാനൈറ്റ് ഇല്ലേ, മാതളങ്ങ, അതും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ. മുളക് പിന്നെ കടിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് മോളുടെ ടിഫിനും കൂടി ഇങ്ങനെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോസിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൽ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെതും കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആക്കിയ കാരണം കുറച്ച് വീഡിയോ ഒന്ന് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ലഞ്ചിനായിട്ട് ഞാൻ കിച്ചടിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലിടാൻ നല്ലൊരു പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാഹി പനീറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ റഫ്ലി കട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തക്കാളി ഉള്ളിയൊക്കെ അരക്കണ്ട പേസ്റ്റ് ചെയ്യേണ്ട കാരണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എണ്ണ ഒഴിക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് ചെറുപയർ പരിപ്പ്, ഒരു 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എണ്ണയിലിട്ടിട്ട് ആദ്യം ചെറുപയർ പരിപ്പൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു ഏലക്ക, ഒരു പട്ട, അങ്ങനെ 2 ഗ്രാമ്പു അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിനായിട്ടും കൊടുത്തയക്കാൻ നല്ലതാണ് കേട്ടോ. രാവിലെ എളുപ്പം വേഗം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ പച്ചരി ഉപയോഗിച്ച് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ പുഴുങ്ങലരിയിൽ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മണം പോണം വരെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിലോട്ടിപ്പോൾ ഞാൻ ഒരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഒരു 4 എണ്ണം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ അതിലോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല, വെറും മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ പുതിന ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പുതിന ഇലയും കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് അരിയും ചെറുപയർ പരിപ്പൊക്കെ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടികൾക്കായാലും ഇപ്പോൾ ലഞ്ചിനൊക്കെ കൊടുത്തയക്കാം ഉച്ചക്കൊക്കെ. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് നമുക്ക് ലഞ്ച് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ ആയിട്ട് ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ചെടുത്തത്. ഇപ്പോൾ പരിപ്പ് 1/2 ഗ്ലാസ് ആയിരുന്നു, അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം അതിനും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പരിപ്പിന് അര ഗ്ലാസ്സാണ് കേട്ടോ വെള്ളം ഞാൻ ചേർത്തത്. മൊത്തത്തിൽ ഒരു ഗ്ലാസ് ചേർത്തിട്ടില്ല, കാരണം പരിപ്പ് വേഗം വേവൂലേ. അപ്പോൾ ഇതവിടെ കുക്കറിൽ വേവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഷാഹി പനീറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാനിലോട്ട്, നോൺ സ്റ്റിക്ക് പാനിലേക്ക്. അതിൽ കുറച്ച് കാഷ്യൂസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സവാള വലിയത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് പേസ്റ്റാക്കി എടുക്കേണ്ട കാരണം എന്താ പറയുക, അധികം ചെറുതാക്കി ഒന്നും അരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ അത്യാവശ്യം വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ടായത്. ഇപ്പോൾ ഞാൻ അതിൽ അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി അതിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് ഇതായി വരുമ്പോൾ ഒരു 3-4 ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കറുകയില അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് തക്കാളി ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് മെൽട്ടാക്കിയിട്ട് ചെറുതാക്കി ഒന്ന് കുത്തൊന്ന് പോണവരെ ഒന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ പനീർ ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പനീർ ഇപ്രാവശ്യത്തെ എന്താണെന്നറിയില്ല, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ടായിട്ടും ഞാനാദ്യം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഇട്ട് വെച്ചതായിരുന്നു. പക്ഷേ അത് പൊടിഞ്ഞു പോകുന്ന കാരണം എണ്ണയിലിട്ട് അധികം ഫ്രൈ ചെയ്യാനൊന്നും ഞാൻ നിന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇനി കൈ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ മസാല ഒക്കെ ഇടുമ്പോൾ വല്ലാണ്ട് പൊടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മേലെ മാത്രം. പിന്നെ ഇപ്പോൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിലോട്ട് ചേർത്തിട്ട് നല്ലൊന്ന് കുത്തു പോണവരെ ഒന്ന് ഇതാക്കിയതാണ് കേട്ടോ. അതിലോട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കരുത് കേട്ടോ, കുറച്ച് കട്ടിയിലാണ് ഈ കറി വേണ്ടത്. അപ്പോൾ ഇത് നേരത്തെ ഇതാക്കി വെച്ച പനീറും ഇതിൽ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം പനീറിലും ആവശ്യത്തിന് ഉപ്പ് ആദ്യം ഞങ്ങൾ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച കാരണം ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കസൂരി മേത്തിയും ചേർത്ത് പിന്നെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീമാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പനീർ അധികം കറിയിലിട്ടിട്ട് തിളപ്പിക്കരുത് കേട്ടോ. പനീർ അധികം തിളച്ചാൽ അത് റബ്ബർ പോലെ ആയിപ്പോവും, പിന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഫ്രഷ് ക്രീം ഇട്ടതും എന്ത് ചെയ്യുക, ഇങ്ങനെ തിന്നപ്പോഴത്തേനും ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ചോറ് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കുക്കർ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ചൂടോടൊക്കെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.